വിശ്രമരഹിതമായ ജീവിതം, തൊട്ടതെല്ലാം പൊന്നാക്കിയ സ്വർണ്ണനാവുള്ള പിതാവ്, ആശ്രമ പ്രസ്ഥാനത്തിന് പുതിയ മുഖമേകിയ സന്യാസി വര്യൻ, വേദനിക്കുന്നതിനോടൊപ്പം വേദന പങ്കിട്ടും ചിരിക്കുന്നതിനോടൊപ്പം ചിരിയുടെ സന്തോഷം പങ്കിട്ടിരുന്ന സുസ്മേരവദനൻ, യുവാക്കൾക്ക് നല്ല തോഴനായ യൗവന നശിച്ചിട്ടില്ലാത്ത വന്ധ്യപിതാവ്, സുവിശേഷത്തിന് ജീവനോളം വില കൽപ്പിച്ച മിഷണറി, എക്യൂമെനിസത്തിന്റെ നിറസാന്നിധ്യമായ പ്രായോഗിക വക്താവ്, നാനാജാതി മതസ്ഥരുടെ മനസ്സ് തൊട്ടറിഞ്ഞ മനുഷ്യസ്നേഹി. അതെ, അഭിവന്യ സഖറിയാസ് മാർ തിയോഫിലോസ് തിരുമനസിനെ കുറിച്ചുള്ള വിശേഷണങ്ങൾ ഇവയിലൊന്നും അവസാനിക്കുന്നില്ല. തോമസ് അപ്പോസ്തലന്റെ കാൽപ്പാടുകൾ പതിഞ്ഞ നിരണം പ്രദേശത്തെ മട്ടയ്ക്കൽ കുടുംബത്തിൽ 1938 ഓഗസ്റ്റ് മാസം 29 തീയതിയായിരുന്നു ശ്രീ വി കെ ഉമ്മന്റെയും മറിയാമ്മ ഉമ്മന്റെയും മകനായി ഉമ്മൻ കോരൂത്ത് എന്ന നാമധേയത്തിൽ അഭിവന്യ തിരുമനസിന്റെ ജനനം. ഉമ്മൻ കോരൂത്ത് എന്ന കുട്ടി തന്റെ വിദ്യയുടെ ബാലപാഠങ്ങൾ പഠിച്ചത് നിരണം സെന്റ് മേരീസ് ഹൈസ്കൂളിലും തുടർന്നുള്ള ഉപരിപഠനം ആലുവയിലെ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിലുമായിരുന്നു. തിരുവല്ല ടൈറ്റസ് ടീച്ചേഴ്സ് കോളേജിലെ ബി.എഡ് പഠനത്തിന് ശേഷം വെറും 21 വയസ്സിൽ അധ്യാപകനായി പെരുമ്പാവൂർ ആശ്രമ ഹൈസ്കൂളിൽ അദ്ദേഹം തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. സണ്ണിക്കുട്ടി എന്ന് ആദ്യകാല വിളിപ്പേരുണ്ടായിരുന്ന തിരുമനസ് ചെറുപ്പം മുതലേ ആത്മീയപാതയിലൂടെ സഞ്ചരിച്ചിരുന്നു. മാതൃഇടവകയായ നിരണം ജെറുസലേം മാർത്തോമ പള്ളിയിലെ എല്ലാ ആത്മീയ സംഘടനകളിലും അദ്ദേഹം ഒരു സജീവ സാന്നിധ്യമായിരുന്നു. എന്റെ പിന്നാലെ വരിക, ഉറക്കത്തിൽ ഇങ്ങനെ ഒരു ശബ്ദം കേട്ട ഉമ്മൻ കോരൂത്ത് പിറ്റേന്ന് തന്നെ യൂഹാനാൻ മാർത്തോമ മെത്രോപൊലിത്തയെ പോയി കണ്ടു. അവസാന ശ്വാസം വരെ ഉണർവോടെ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച അഭിവന്യ തിരുമനസിന്റെ ആത്മീയ പ്രയാണം അന്ന് അവിടെ തുടങ്ങുകയായിരുന്നു. ആയിരത്തി 1966 ജബൽപൂർ തിയോളജിക്കൽ കോളേജിൽ നിന്നും വൈദിക പഠനം പൂർത്തിയാക്കിയ അഭിവന്യ തിരുമനസ് തുടർന്ന് 1966 മെയ് മാസം 7 തീയതി ശമാശപട്ടം സ്വീകരിക്കുകയും ജൂലൈ 9 തീയതി കശീശയായി ശുശ്രൂഷ ജീവിതം ആരംഭിക്കുകയും ചെയ്തു. തുടർന്ന് 1974-76 വർഷങ്ങളിൽ തിരുമനസിന്റെ ബിരുദാനന്ത ബിരുദവും ഡോക്ടറൽ സ്റ്റഡീസും USA-യിൽ പോയി ചെയ്യുകയുണ്ടായി. 2004 ജൂലൈ മാസം 3 തീയതി സഫർഗഡ് മെത്രോപൊലിത്തയായി തിരുമനസിനെ സഭ അവരോധിക്കുകയും ചെയ്തു. 2005 മുതൽ അഭിവന്യ തിരുമനസ് ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനാധിപനായി സേവനം അനുഷ്ഠിക്കുകയായിരുന്നു. തെയോഫിലോസ് എന്ന പേരിന് ദൈവത്തിന്റെ സ്നേഹിതൻ എന്നർത്ഥം. പാവപ്പെട്ടവനും സാധാരണക്കാരനും വേണ്ടി സഭ നിലകൊള്ളണം എന്നതായിരുന്നു തിരുമനസിന്റെ നിലപാട്. ശാന്തിതൻ കേദാരമേ, നിന്നിൽ ശാന്തി തേടിയിടുന്നു ഞാൻ. ശാന്തിതൻ കേദാരമേ, നിന്നിൽ ശാന്തി തേടിയിടുന്നു ഞാൻ. ശാന്തമാക്കൻ മാനസം, എന്നിൽ ശാന്തിയേകും യേശുവേ. ശാന്തമാക്കൻ മാനസം, എന്നിൽ ശാന്തിയേകും യേശുവേ. ശാന്തിതൻ കേദാരമേ, നിന്നിൽ ശാന്തി തേടിയിടുന്നു ഞാൻ. ശാന്തിതൻ കേദാരമേ, നിന്നിൽ ശാന്തി തേടിയിടുന്നു ഞാൻ.
You know that Tirumani was the resident bishop, the first resident bishop of this diocese. When the church wanted a resident bishop to come over and stay and give leadership and guidance to the people. But then there were people who migrated to this place even before that, and it is the people's movement that we see as congregations and parishes over here. In general, Tirumani, will you be able to tell us the growth of the church in nutshell and how it helps the mission and ministry of the Marthoma Church in the Western Hemisphere? I had the occasion to serve this diocese as an archdeacon and as a bishop. In 70s, I came here to study at Princeton and Boston. I had my graduations, and then I served this community as an archdeacon to the CSI and the Marthoma Church. Later, as Tirumani said, I came as the first resident bishop, where I had to give a foundation to the North America Europe diocese. It was not easy because our people were struggling to have an identity of their own. So they had the personal identity crisis as well as the identity in the church. We established the Marthoma Church, and as Tirumani said, it was the lay people who gave the initiative, and slowly churches came one after another, and now this has become a full-fledged diocese of 70 and odd parishes. And we should not forget the contribution by late Thomas Tirumani, Alessandro Tirumani, and Chrysostom Tirumani. They all, step by step, laid the foundation and build up, and I was there to build it on. And a lot of struggle in establishing the parishes as well as establishing the diocese. First it was in Philadelphia, but it was a bit lonely place, and it was not, our people were not nearby the diocesan center, and it was very difficult to work from there. It was a good residence. But later, with the cooperation of our people and spending a lot of nearly $1 million, we could make this Sinai Marthoma Center, which is very convenient to coordinate and to move for bishops from one place to another. And the parishes surrounding the Aravana also is very helpful. So I would say the beginning struggle gave a good result, and now the people are more within the church, and most of the parishes have got old buildings. At the beginning, we had to worship in basements, and I would say these local churches, the American churches, were not willing to give their sanctuary to us because the Indians were not considered as, at that time, we were not considered as a You mean at par with the that's right, local generation? At par with them, or not even par. They considered us as a lower community. So they could not give a sanctuary, but they offered their basement to us, and we had to struggle a lot to move from the basement to the sanctuary. Then we started buying our own plots. Now we got, most of the parishes have got our own buildings, church buildings,
അണയുന്നു ഞങ്ങൾ അൾത്താരമുന്നിൽ അനുതാപത്തിൻ കൈക്കുമ്പിളുമായി. അർച്ചനയ്ക്കൊന്നും ഇല്ലെന്നിൽ ദേവാ, അലിയും മനസ്സിൻ നൊമ്പരം മാത്രം. അർച്ചനയ്ക്കൊന്നും ഇല്ലെന്നിൽ ദേവാ, അലിയും മനസ്സിൻ നൊമ്പരം മാത്രം. അണയുന്നു ഞങ്ങൾ അൾത്താരമുന്നിൽ അനുതാപത്തിൻ കൈക്കുമ്പിളുമായി. അർച്ചനയ്ക്കൊന്നും ഇല്ലെന്നിൽ ദേവാ, അലിയും മനസ്സിൻ നൊമ്പരം മാത്രം. അർച്ചനയ്ക്കൊന്നും ഇല്ലെന്നിൽ ദേവാ, അലിയും മനസ്സിൻ നൊമ്പരം മാത്രം. സ്വീകരിക്കെന്നെ എൻ പ്രിയനാഥ, സാന്ത്വനമേകുകൻ ജീവതാത. സ്വീകരിക്കെന്നെ എൻ പ്രിയനാഥ, സാന്ത്വനമേകുകൻ ജീവതാത. തിരുപാദമൊന്നല്ലതില്ല ഭയം, തിരുസേവ ഒന്നേയുള്ളെന്നാഗ്രഹം. തിരുപാദമൊന്നല്ലതില്ല ഭയം, തിരുസേവ ഒന്നേയുള്ളെന്നാഗ്രഹം. അണയുന്നു ഞങ്ങൾ അൾത്താരമുന്നിൽ അനുതാപത്തിൻ കൈക്കുമ്പിളുമായി. കൈവിടില്ലെങ്ങളെ ഒരു നാളുമങ്ങ്, കൈക്കൊള്ളുമാരെയും മനം മാറിടുമ്പോൾ. കൈവിടില്ലെങ്ങളെ ഒരു നാളുമങ്ങ്, കൈക്കൊള്ളുമാരെയും മനം മാറിടുമ്പോൾ. പൂർണ്ണമാം വിശ്വാസമുൾക്കൊണ്ടു ഞങ്ങൾ തൃപ്പാദമണയുന്നരുളാശീർവാദം, തൃപ്പാദമണയുന്നരുളാശീർവാദം. സ്വീകരിക്കെന്നെ എൻ പ്രിയനാഥ, സാന്ത്വനമേകുകൻ ജീവതാത. സ്വീകരിക്കെന്നെ എൻ പ്രിയനാഥ, സാന്ത്വനമേകുകൻ ജീവതാത. തിരുപാദമൊന്നല്ലതില്ല ഭയം, തിരുസേവ ഒന്നേയുള്ളെന്നാഗ്രഹം. തിരുപാദമൊന്നല്ലതില്ല ഭയം, തിരുസേവ ഒന്നേയുള്ളെന്നാഗ്രഹം. അണയുന്നു ഞങ്ങൾ അൾത്താരമുന്നിൽ അനുതാപത്തിൻ കൈക്കുമ്പിളുമായി.
ആരാധ്യനങ്ങല്ലാതാരുമില്ലുലകിൽ അരികെ വരുന്നവർ കത്താണി നീയേ. ആരാധ്യനങ്ങല്ലാതാരുമില്ലുലകിൽ അരികെ വരുന്നവർ കത്താണി നീയേ. ആരും അറിയാത്തൊരപരാധമെല്ലാം അറിയുമെൻ ദൈവമേ നീ ക്ഷമിക്കേണമേ. അറിയുമെൻ ദൈവമേ നീ ക്ഷമിക്കേണമേ. അണയുന്നു ഞങ്ങൾ അൾത്താര മുന്നിൽ അനുതാപത്തിൻ കൈക്കുമ്പിളുമായി. അർച്ചനയ്ക്കൊന്നും ഇല്ലെന്നിൽ ദേവാ അലിയും മനസ്സിൻ. ദൈവമായ കർത്താവേ, ദൈവികമായ നിന്റെ വചനങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിന്റെ വിശുദ്ധ എവങ്കേലിയോന്റെ സാരാംശവും ദിവ്യാചാരങ്ങളുടെ ഐശ്വര്യവും വിശുദ്ധ റൂഹായുടെ നൽവരവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും തിരിഹിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഞങ്ങളെല്ലായ്പ്പോഴും യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യണമേ. സഹോദരനെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മുത്തമാശ്രീയ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായി നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയൻ. വിശുദ്ധ കന്യകയായ മറിയാമിൽ നിന്ന് ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ നിലവിട്ട കാലങ്ങളിൽ ഇപ്രകാരം ഉപദേശിച്ചു. മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിലിരിക്കും. സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും. അവനവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. രാജാവ് തൻ്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്ത് കൊണ്ടു. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. അതിനെ നീതിമാന്മാർ അവനോട്, കർത്താവേ, ഞങ്ങളെപ്പോൾ നിന്നെ വിശന്ന് കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ച് കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു? ഞങ്ങളെപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്ത് കൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിൻ്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും. രാജാവ് അവനോട്, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവനിടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവളെ, എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവീൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല. അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്ത് കൊണ്ടില്ല. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല.
രോഗിയും തടവിലുമായിരുന്നു. നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല എന്ന് അരുളി ചെയ്യും. അതിനെ അവർ, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നു, അതിഥിയോ നഗ്നോ രോഗിയോ തടവിലോ ആയി എപ്പോൾ കണ്ടു നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നുവെന്ന് ഉത്തരം പറയും. അവനവരോട്, ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യാഞ്ഞിടത്തോളമെല്ലാം എനിക്കാകുന്നു ചെയ്യാഞ്ഞതെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരവരളി ചെയ്തു. അവർ നിത്യാഗ്നിയിലേക്കും നീതിമാൻ നിത്യജീവങ്കിലേക്കും പോകും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ആ പ്രവൃത്തിക്കൊത്തവണ്ണം നമ്മളെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമാണ്, ജഡ്ജിങ് ഗോഡ്. രണ്ടാമത് ഇവിടെ കാണുന്നത്, ദൈവം ന്യായം വിധിക്കുമ്പോൾ ഹി ടേക്ക് സൈഡ്സ്, പക്ഷം പിടിക്കുന്നൊരു ദൈവം. ഇവിടെ കാണുന്നത് എളിയവനോടുകൂടെ പക്ഷം പിടിക്കുന്നൊരു ദൈവം. The least, the lost. God who opts for the poor. ദൈവത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് ഓപ്ഷൻ ഫോർ ദ പൂവർ. ജനനം തന്നെ മെയിഞ്ചറിലാണ്, മരിക്കുന്നത് തന്നെ ഈ ജയിലറിലെ ജയിൽപ്പുള്ളികളോടുകൂടിയാണ്. യേശുക്രിസ്തുവിൻ്റെ സഞ്ചാരം എല്ലാം തന്നെ ദരിദ്രരായവർ, രോഗികളായവർ, ബലഹീനരോടുകൂടിയാണ്. ഓപ്ഷൻ ഫോർ ദ പൂവർ. ദരിദ്രന്മാരായ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നു. അതുകൊണ്ട് സഭയെ സംബന്ധിച്ചിടത്തോളം, ഇടവേളയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ദിസ് ഓപ്ഷൻ ഫോർ ദ പൂവർ. എന്നാൽ പൂവർ എന്ന് പറയുമ്പോൾ ഈ പട്ടിണി, പണം ബാങ്കിൽ നിക്ഷേപമില്ലാത്തവർ മാത്രമല്ല പൂവർ. വേദപുസ്തകത്തിൽ പൂവർ എന്ന് പറയുന്ന സമയത്ത് ദി റിച്ച് പീപ്പിൾ ആർ പൂവർ ഇൻ ലവ്. സ്നേഹത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ധാരാളം ധനവാന്മാരുണ്ട്. ദേ ആർ പൂവർ. ക്ഷമയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ധാരാളം പേരുണ്ട്, ക്ഷമിക്കാൻ കഴിയത്തില്ല. കരുതലിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്. We are all poor in one way or another. You may be rich in dollars, but you may be very poor in taking care of your children or your parents. അതുകൊണ്ട് യേശുക്രിസ്തു ദരിദ്രരുടെ പക്ഷം പിടിക്കുന്നവനാണ്, അവരെ അതിൽ നിന്ന് വിമോചിപ്പിക്കുന്നവനാണ്. അതുകൊണ്ട് ന്യായം വിധിക്കുന്ന ഒരു ദൈവം, പക്ഷം പിടിക്കുന്ന ഒരു ദൈവം, അതുപോലെ പ്രതിഫലം നൽകുന്നൊരു ദൈവം. ഇവിടെ ഈ 3 ഉപമയിൽ നാം കാണുന്നതാണ്. പ്രതിഫലം നൽകുന്നൊരു ദൈവമാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ എൻ്റെ വലതുഭാഗത്ത് പ്രവേശിപ്പീൻ എന്നാണ്. ശപിക്കപ്പെട്ടവരെ നിങ്ങൾ നിത്യ നരകത്തിലേക്ക് പോകുക. The 2 ways are there. The eternal life and the eternal perishment. നിത്യനാശവും നിത്യജീവനുമുണ്ട്. നമ്മുടെ ജീവിതമൊന്നും ഇവിടെ തീർന്നു പോകുന്നതല്ല. See, we had a life in the womb of our mother. കഴിഞ്ഞ ദിവസം ഞാനൊരു കൊച്ചു കുഞ്ഞിനെ കണ്ട്, 7 മാസമേ അവിടെ കിടന്നുള്ളൂ. അപ്പോഴത്തേക്ക് വെപ്രാളം പിടിച്ച് ആ പുള്ളിക്ക് പുറത്തു പോകും. You live some time in the womb of the mother. You have everything for the life in that womb. Then you come out and you have everything to live in the world. ഈ ലോകത്തിൽ ജീവിക്കുന്നു. Then again we go out from this world into the eternal world. അപ്പോൾ ഈ ലോക ജീവിതത്തിലേക്ക് ആവശ്യമായതൊക്കെ നേടി നാം ഇവിടേക്ക് വരുന്നു. ഇവിടുന്ന് നിത്യതയിലേക്ക് വേണ്ടതെല്ലാം നേടിക്കൊണ്ടാണ് നാം നിത്യതയിലേക്ക് പോകേണ്ടത്. ഫ്യൂച്ചർ ലൈഫിനെ കുറിച്ചുള്ള ഒരു അഫർമേഷനോടുകൂടെ പോകുവാൻ ആഗ്രഹിക്കണം. പകരുന്നെന്നുള്ളിൽ
സ്തുതിക്കും ഞാനെന്നും തന്നാമം പകരുകിന്നുള്ളിൽ പാവനമാം ശക്തി പകരുകിന്നുള്ളിൽ പാവനമാം ശക്തി ചൊരിയുവാൻ പാരിൽ സ്നേഹത്തിൻ കാന്തി ഉയരുന്നെന്നുള്ളിൽ സ്തോത്രത്തിൻ ഗാനം പകരുന്നെന്നാഥൻ കൃപയിൻ വന്ദാനം. സ്തുതികൾക്കു യോഗ്യൻ നാഥാ നീ മാത്രം. സ്തുതി എന്നാവിൽ നിന്നുയരട്ടെ എന്നും. സ്തുതികൾക്കു യോഗ്യൻ നാഥാ നീ മാത്രം. സ്തുതി എന്നാവിൽ നിന്നുയരട്ടെ എന്നും. താതാ നിൻ സാക്ഷ്യം പാരെങ്ങും പകരാൻ. താതാ നിൻ സാക്ഷ്യം പാരെങ്ങും പകരാൻ. തരിക നിൻ ശക്തി നിന്നെ പോലാവാൻ. ഉയരുന്നെന്നുള്ളിൽ സ്തോത്രത്തിൻ ഗാനം പകരുന്നെന്നാഥൻ കൃപയിൻ വന്ദാനം. സഹോദരന്മാരുമേ, സമാധാനത്താലെ പാർപ്പിൻ. ബഹുമാനുള്ള എന്റെ മാതാക്കളും സഹോദരികളുമേ, സമാധാനത്താലെ യേശുവിൽ പാർക്കുന്നവരുമേ, സമാധാനത്താലെ പാർപ്പീൻ. ബഹുമാനമുള്ള പിതാവേ, സമാധാനത്താലെ യഹോവയായ ദൈവം നമ്മുടെ പരിപാലകനും പരിരക്ഷകനുമാണ്. നമ്മുടെ സഹായകനും ആശ്വാസകനും ദൈവമല്ലാതെ മറ്റാരുമല്ല. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ അവൻ നമ്മെ കാത്തുകൊള്ളും. വീഴാതെ വണ്ണം എന്നും സംരക്ഷിക്കും. പോക്കിലും വരവിലും വിശ്രമത്തിലും പ്രവർത്തനത്തിലും കർത്താവിൻ്റെ കരുതൽ നമുക്ക് താങ്ങും തണലുമായിരിക്കും. അവൻ്റെ മുഖത്തേക്ക് നോക്കി അനുഗമിക്കുന്നവർ ആശ്വാസം പ്രാപിക്കും. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ? നാം അവൻ്റെ വൻകരങ്ങളിലാകുന്നുവോ? ദയവായി പരിശോധിക്കുക. സർവശക്തന്റെ ഉള്ളംകൈയിലായിരിക്കുമ്പോൾ ആകുലങ്ങളെല്ലാം അകലും. നാം എപ്പോഴും സുരക്ഷിതരായിരിക്കും.